മൗഗ്ലിനെ പറ്റിയിട്ടും മൗഗ്ലിനെ കുറിച്ചിട്ട് എഴുതിയ റുഡ്യാർഡ് കിപ്ലിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ ജംഗിൾ ബുക്ക് എന്നുള്ള പുസ്തകം നമ്മൾ പലരുടെയും ഫേവറേറ്റ് ആണ്. കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് വായിച്ചിട്ടുള്ള കഥയാണ് ജംഗിൾ ബുക്ക്. അപ്പോൾ ഈ ജംഗിൾ ബുക്കിൻ്റെ ബാക്ക് എൻഡിലെ ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരാളെ കുറിച്ചിട്ട് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. വില്യം സ്ലീമാൻ എന്നുള്ള ഒരാൾ. ഈ വില്യം സ്ലീമാൻ എന്നുള്ള ഒരാൾ 1800-കളിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. ബ്രിട്ടീഷ് ആർമിയിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം. നമ്മുടെ 1814 ഉണ്ടായിരുന്ന നേപ്പാൾ യുദ്ധത്തിലൊക്കെ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് ആർമിയിലെ സേവനം കഴിഞ്ഞ് ഇയാൾ ഇറങ്ങി തിരിച്ചത് ഒരു ഡിസ്കവറി ഫീൽഡിലേക്കാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ ദിനോസറുകളുടെ ഫോസിൽ ഏഷ്യയിലെ ഏറ്റവും ഫസ്റ്റ് കണ്ടുപിടിച്ച ഒരു ടീമിൻ്റെ ഭാഗമായിരുന്നു ഈ വില്യം സ്ലീമാൻ എന്ന് പറഞ്ഞ ആൾ. ഇദ്ദേഹം ഇങ്ങനെ ഈ ഡിസ്കവറി എഴുതുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു നോട്ടിൽ ഇയാൾ എഴുതി വെച്ചു ഒരു ചെന്നായ്ക്കളുടെ കൂട്ടം വളർത്തിയ ഒരു മനുഷ്യക്കുട്ടിയെ പറ്റി. ആ ഒരു കാര്യം ഇദ്ദേഹം എഴുതി വെച്ചത് ദ ജേണി ത്രൂ ദ കിങ്ഡം ഓഫ് ഓഡ്സ് എന്നുള്ള ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു. അത് 1948 പബ്ലിഷും ചെയ്തു. അപ്പോൾ ഈ ഒരു സംഭവം എന്നുള്ളത് ഒരുപാട് പേർക്ക് ഒരുപാട് കഥകൾ മെനയാനായിട്ട് ഇൻസ്പയറിംഗ് ആയിരുന്നു. അങ്ങനെ ഇൻസ്പയർഡായി ഒരുപാട് പേര് കഥകൾ എഴുതി. അതിലേറ്റവും ഫേമസ് ആയിട്ട് ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടായ ഒരു കഥയാണ് നിങ്ങളെല്ലാവരും കാണുന്ന ജംഗിൾ ബുക്ക്.